കാശ്മീർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നവംബർ 8. ഞങ്ങളിന്ന് പോകുന്നത് സോൻമാർഗിലേക്കാണ്. രാവിലെ 8:30 തന്നെ റെഡിയാവണമെന്ന് ഞങ്ങളുടെ ഡ്രൈവർ ആഷിഖ് ഭായ് പറഞ്ഞിരുന്നു. എന്നാൽ ഞങ്ങൾ താമസ സ്ഥലത്ത് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി ഇറങ്ങാൻ അരമണിക്കൂറോളം വൈകിയിരുന്നു. വഴിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ടോൾ കൊടുക്കാനുണ്ടായിരുന്നു. കാശ്മീരിൽ ഒരുപാട് ടോളുകളുണ്ടെന്ന് ആഷിഖ് ഭായ് പറഞ്ഞു. അതുപോലെ പല സ്ഥലങ്ങളിലും ചെക്കിങ്ങും ഉണ്ടായിരുന്നു. CRPF ജവാന്മാരും അവരുടെ വണ്ടികളും ക്യാമ്പുകളും ഇടയ്ക്കിടെ കാണാം. ഞങ്ങൾ ഈ പോകുന്ന വഴിയിൽ ഒരുപാട് ഗവൺമെൻറ് എംപോറിയംസ് ഉണ്ട്. അവിടെ കാശ്മീരിലെ പ്രത്യേക വസ്തുക്കൾക്ക് 10% മുതൽ 15% വരെ വിലക്കുറവുണ്ടത്രേ. ദൂരെയായി മലനിരകളിൽ പലയിടങ്ങളിലും മഞ്ഞ് പൊഴിഞ്ഞത് കാണാം. ഇടയ്ക്ക് ഞങ്ങൾക്ക് ചായ കുടിക്കണമെന്ന് കരുതി വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. പക്ഷേ താമസ സ്ഥലത്ത് നിന്ന് നന്നായി ഭക്ഷണം കഴിച്ചതിനാൽ ഞങ്ങൾക്ക് കാര്യമായ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു.
ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ 1-ലൂടെയാണ്. ഇത് ജമ്മു കാശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന പാതയാണ്. ഞങ്ങളിപ്പോൾ സോൻമാർ ടണലിനോടടുത്തിരിക്കുകയാണ്. ഇതാണ് സോൻമാർ ടണൽ. സെഡ്മോർ ടണൽ എന്നും ഇതറിയപ്പെടുന്നു. ഈ ടണലിൻ്റെ നിർമ്മാണം വളരെ ശ്രമകരമായിരുന്നത്രേ. ഹിമാലയൻ മലനിരകളിലൂടെ തുരന്നാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. 2025 ജനുവരിയിലാണ് ടണലിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സോൻമാർ ടണൽ ഉദ്ഘാടനം ചെയ്തത്. ഏകദേശം 6 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ടണലിന്. അങ്ങനെ ടണലിന് പുറത്തെത്തിയതോടെ ഞങ്ങൾ സോനാമാർഗിലെത്തി. സോനാമാർഗ് എന്ന പേര് വരാൻ കാരണം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ്. സോന എന്നാൽ സ്വർണം എന്നാണ്. മഞ്ഞ് മൂടിയ പർവ്വതങ്ങളും സ്ഫടികം പോലെ തെളിഞ്ഞ നദികളുമൊക്കെയായി സ്വർഗതുല്യമായ കാഴ്ചകളാണ് സോനാമാർഗ് സമ്മാനിക്കുന്നത്. റേസ് 3 തുടങ്ങിയ ഹോളിവുഡ് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലം കൂടിയാണത്രേ ഇവിടം. ഇവിടെ നിന്നും 2 രീതിയിലുള്ള യാത്രകളുണ്ട്. ഒന്നുകിൽ ഇവിടെ നിന്നും കുതിരപ്പുറത്ത് ഫോറസ്റ്റ് റൈഡിന് പോകാം, അല്ലെങ്കിൽ ലോക്കൽ കാർ വിളിച്ച് 0 പോയിന്റിലേക്ക് പോകാം. സോനാമാർഗിൽ നിന്നും ലേ ലഡാക്കിലേക്ക് പോകുന്ന വഴിയിലാണ് 0 പോയിന്റ്. പാക് അധീന കശ്മീരിലേക്ക് അവിടെ നിന്നും വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ അത്രേ. അമർനാഥ് തീർത്ഥാടന കേന്ദ്രത്തിലേക്കും ഇതുവഴി പോകാൻ കഴിയും. ഞങ്ങൾ വളരെയധികം വിലപേശിയതിനു ശേഷം 7000 രൂപയ്ക്ക് ഞങ്ങളെ 0 പോയിന്റിൽ എത്തിക്കാമെന്നും അവിടെ നിന്ന് തിരിച്ച് സോൻമാർഗിലേക്ക് എത്തിക്കാമെന്നും ഒരു ടാക്സി ഡ്രൈവർ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ 3 ഫാമിലികളും അവിടെ നിന്നും ആ ടാക്സിയിൽ 0 പോയിന്റിലേക്ക് പുറപ്പെട്ടു. ഞങ്ങളിനി സോജില ചുരം വഴിയാണ് പോകേണ്ടത്. സോൻമാർഗിൽ നിന്നും ഏകദേശം 25 കിലോമീറ്ററാണ് 0 പോയിന്റിലേക്കുള്ളത്. ശ്രീനഗറിൽ നിന്നും വരുന്ന ടാക്സികൾക്ക് സോൻമാർഗിൽ നിന്നും 0 പോയിന്റിലേക്ക് വരാൻ കഴിയില്ല. സോൻമാർഗിൽ നിന്നും 0 പോയിന്റിലേക്ക് പോകുന്നവർ നിർബന്ധമായും സോൻമാർഗിൽ നിന്നും വേറൊരു വണ്ടി വിളിക്കേണ്ടി വരും. അവിടുത്തെ ടാക്സികൾ പൊതുവെ ഭീമമായ തുകയാണ് പറയുക. നമ്മളവരോട് വിലപേശി തുക കുറയ്ക്കുകയാണ് വേണ്ടത്. ഞങ്ങളും അതുപോലെ വിലപേശിയാണ് തുക 7000-ലെങ്കിലും എത്തിച്ചത്. മഞ്ഞുകാലത്ത് ഈ റോഡ് അടച്ചിടാറാണ് പതിവ്. ഈ പാതയ്ക്ക് ബദലായി സോജില ടണലിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോജില ടണലിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി എല്ലാ കാലാവസ്ഥകളിലും ഏതു സമയത്തും കാശ്മീരിൽ നിന്നും ലഡാക്കിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെയുള്ള യാത്രാ ദൈർഘ്യം വെറും 15 മിനിറ്റായി ചുരുങ്ങുകയും ചെയ്യും. ഇതുവഴി സാമ്പത്തികമായും ടൂറിസം പരമായും ഈ മേഖല വികസിക്കും. അതുപോലെ തന്നെ ആംഡ് ഫോഴ്സസിൻ്റെ ചരക്കു നീക്കവും എളുപ്പമാവും. 2013 ക്യാബിനറ്റിലാണ് ഈ പദ്ധതിയും
നേരത്തെ നമ്മൾ കണ്ട സോൻമാർ ടണൽ പദ്ധതിയും അംഗീകരിച്ചത്. 2018 സോജില ടണലിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണം പൂർത്തിയായാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ടണലായി മാറും ഇത്. നിലവിൽ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല. നേരത്തെ നമ്മൾ സംസാരിച്ച സോജില ടണലിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇതെന്നാണ് എൻ്റെ അനുമാനം. നിലവിൽ ഈ പാലത്തിലൂടെ ഗതാഗതമൊന്നും നടക്കുന്നില്ല. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വഴിയിലെല്ലായിടത്തും മനോഹരമായ കാഴ്ചകളാണ്. നല്ല തെളിഞ്ഞ വെള്ളം, ഹിമാലയത്തിൽ നിന്നും നേരിട്ട് ഒഴുകി വരുന്നവയാണിവ. ഈ കാണുന്ന പാലമൊക്കെ സോജില ടണലിലേക്കുള്ളതായിരിക്കാം. വഴി ഉണ്ടാക്കുന്നതല്ലേ? ഈ സ്ഥലത്ത് വച്ച് കാശ്മീരി ഭാഷ ലഡാക്കി ഭാഷയായി മാറുന്നുണ്ട്. നമ്മളിപ്പോൾ സോജില ചുരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിന് വീതി നന്നേ കുറവാണ്. പലയിടത്തും കുണ്ടും കുഴികളുമുണ്ട്. എക്സ്പേർട്ടായ ഡ്രൈവർമാർക്ക് മാത്രമേ ഈ വഴി സഞ്ചരിക്കാനാവൂ.
നിങ്ങളുടെ ഇടതുവശത്ത് കാണുന്ന മലയുടെ പിറകിൽ പാകിസ്ഥാനാണെന്നാണ് നിങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത്. അവിടെ നിന്നും വെറും 7 കിലോമീറ്റർ മാത്രമേ പാകിസ്ഥാനിലേക്കുള്ളൂ. പാക് അധീന കാശ്മീരാവാനാണ് സാധ്യത. ഈ കാണുന്നതാണ് ലഡാക്കിലേക്കുള്ള കവാടം. ഇവിടെയാണ് സോജില വാർ നടന്നത്. ഇവിടെ പാകിസ്ഥാൻ സൈന്യം റോഡ് ബ്ലോക്ക് ചെയ്തുവെന്നും ഇന്ത്യൻ സൈന്യം ഇവിടെ വെച്ചാണ് പാകിസ്ഥാനെ തിരിച്ചടിച്ചതെന്നും ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു. 1948 സോജില വാർ നടന്നത്. ഇന്ത്യൻ സൈനികർക്ക് ആദരസൂചകമായി ഇവിടെ ഒരു വാർ മെമ്മോറിയലും സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നവംബർ 1 സോജില ഡേ ആയി ആചരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ 0 പോയിന്റിൽ എത്തിച്ചേർന്നു. ഇവിടെയാണ് സോജില വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നെ ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ മഞ്ഞിലിറങ്ങി കുറേ സമയം ചെലവഴിച്ചു. ഞങ്ങളെ കാത്ത് റീൽസും ഫോട്ടോയുമൊക്കെ എടുക്കാനായി ഫോട്ടോഗ്രാഫർമാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസും റീൽസുമൊക്കെ എടുത്തു. കാശ്മീരിലെ പ്രധാന പാനീയമായ കാവയും ഇവിടെ നിന്ന് കുടിച്ചു. കാശ്മീരിലെ എല്ലാ ഭക്ഷണശാലകളിലും സുലഭമായി കിട്ടുന്ന ഒരു ഭക്ഷണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് നൂഡിൽസാണ്. ഞങ്ങൾ സോജില വാർ മെമ്മോറിയലിനടുത്തേക്ക് നടന്നു. ഇവിടെ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 3 മണിയായിരിക്കുന്നു. എന്നാൽ തണുപ്പിന് യാതൊരു കുറവുമില്ല. നേരത്തെ പറഞ്ഞ ആ അമ്പലത്തിനടുത്തേക്കും ഞങ്ങൾ ചെന്നു. ഇത് ഒരു പ്രാചീന ശിവക്ഷേത്രമാണ്. ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്തു തന്ന ഫോട്ടോഗ്രാഫർ പറഞ്ഞത് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്നാണ്. ഈ മഞ്ഞുവീഴ്ചയുണ്ടായിട്ട് വെറും 5 ദിവസമേ ആയിട്ടുള്ളൂ അത്രേ. അതിനാലാണ് ഞങ്ങൾക്കിതൊക്കെ കാണാൻ സാധിച്ചതത്രേ. അമർനാഥ് തീർത്ഥാടന കേന്ദ്രവും ഇവിടെ അടുത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സോൻമാർഗിലേക്ക് യാത്ര ആരംഭിച്ചു. ലഡാക്കിലേക്കുള്ള കവാടത്തിനടുത്ത് വെച്ചും ഞങ്ങൾ ഫോട്ടോസ് എടുത്തു.
സോൻമാർഗിൽ ഞങ്ങളെ കാത്ത് ആഷിഖ് ഭായ് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് അദ്ദേഹത്തോടൊപ്പം ഞങ്ങളുടെ താമസ സ്ഥലമായ ശ്രീനഗറിലേക്ക് പുറപ്പെട്ടു. വീണ്ടും ഞങ്ങൾ സോൻമാർഗ് ടണലിനടുത്തെത്തി. അവിടെ അല്പനേരം സമയം ചിലവഴിച്ചു. സോനാമാർഗിലേക്കുള്ള യാത്രയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ദിവസം നമ്മൾ പോകുന്നത് ഗുൽമാർഗിലേക്കാണ്. ഇനി നമുക്ക് അടുത്ത ദിവസത്തെ യാത്രയിൽ കാണാം.